ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്, ഇത് കറ്റാർ വാഴ, ഇത് നീലാമരി, ഇത് മൈലാഞ്ചി, ഇത് തുളസിയില, ഇത് ആര്യവേപ്പിൻ്റെ, ഇത് കറിവേപ്പിൻ്റെ അല്ല, ഇത് ചെറിയ ഉള്ളി. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ അരച്ച് നമുക്ക് വെളിച്ചെണ്ണ കലക്കി കാച്ചാൻ പോവാണേ, കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ, എല്ലാം ഒന്നിച്ചടിക്കാം. പിന്നെ കുറച്ച് ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് പച്ച നെല്ലിക്ക കിട്ടിയില്ല. അപ്പോൾ ആ നെല്ലിക്കയുടെ കുറവുണ്ട്. കിട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, കുറച്ച് ഇത് കാച്ചണവർ കുറച്ച് പച്ച നെല്ലിക്കും കൂടി ഒരു 6 കൂടെ ഇട്ടാൽ നല്ലതാണ്. ഇത് റിസൾട്ട് നല്ല ഒന്നാന്തര റിസൾട്ടാണ്. നന്നായിട്ട് മുടി കൊഴിയലും മുടിയുടെ കൊഴിച്ചലെല്ലാം മാറി നല്ല മുടി കിളിർക്കും, നന്നായിട്ട് മുടി തിക്കായിട്ട് വളരും. അതാണ് ഈ എണ്ണയുടെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുക, എണ്ണ കാച്ചാം. അപ്പോൾ അത് അരച്ച് വെള്ളം ചേർക്കാതെ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് കേരയുടെ ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. അപ്പം നിങ്ങൾക്ക് ആട്ടിച്ച കമ്പനിയിൽ നിന്ന് മേടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണയായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിത് കാച്ചിയെടുക്കാം. വെളിച്ചെണ്ണ കാച്ചി കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഈ നീലാമരിയുടെ പൊടി ഓക്കെ, അത് കുറച്ച് ഇടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് തണുക്കുമ്പോഴേ ചെയ്യാവൂ കേട്ടോ. വെളിച്ചെണ്ണ കണ്ട കാച്ചി വരുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിൽ കണ്ട നല്ല കളറായിട്ട് വരണണ്ട. അപ്പോൾ ചെറിയ തീയിൽ ഇട്ട് കുറച്ച് നമ്മൾ ഇതാവണം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടും വെളിച്ചെണ്ണ, വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ. അപ്പോൾ പൊട്ടൽ കേൾക്കുമ്പോൾ നമ്മളവിടെ നിർത്തിയേക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ നമ്മൾ പുരട്ടുന്നതിന് മുന്നേ ഒരു വിറ്റാമിൻ ഇ ഗുളിക 1-2 പൊട്ടിച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഈ വെളിച്ചെണ്ണയുടെ കൂടെ ചേർത്തിട്ട് നല്ല തലയുടെ ഓടുമയും മുടിയും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ.